ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ചെറിയൊരു ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഇതാ: ഉള്ളി വെട്ടണം, വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി, 6 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 തക്കാളി. ഇതെല്ലാം ഞാൻ വെട്ടിയെടുക്കട്ടെ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചു, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചതച്ച് വെച്ചു, ഉള്ളിയും തക്കാളിയും വെട്ടി വെച്ചിട്ടുണ്ട്. അതാ പാത്രം ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വാടാൻ വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആയിട്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് അതിലേക്കുള്ള കോഴി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ നേരത്തെ പുരട്ടി വെച്ചിരുന്നതായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് മിക്സാക്കി വെച്ചതാണ് നേരത്തെ. അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫ്രൈ ആയി വരട്ടെ. അതിലേക്ക് പുരട്ടി വെക്കുമ്പോൾ അരിപ്പൊടി കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാ. ഫ്രൈ ആയി വരട്ടെ. മസാല റെഡിയാവുന്നുണ്ട്. മസാല ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചതച്ച് വെച്ച് ഏകദേശം ഒരു അളവ് നോക്കി ചതച്ച് വെക്കുന്നതാണ്. അതിലേക്ക് ചേർക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ളത് നോക്കിയാണ് ഇടുന്നത്. എരിവൊക്കെ എല്ലാവരും പാകത്തിനനുസരിച്ച് നോക്കിയിട്ടാൽ മതി.
അപ്പോൾ മസാല നന്നായി പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ലേശം പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി പാകത്തിന് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ, ഒരു ലേശം തേങ്ങ, തൈര്, ഇത് നന്നായി അരച്ചെടുത്താണ്. അപ്പോൾ അത് ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വേണ്ട കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സായി. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോഴി കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടി മല്ലിയില കഴുകി വെച്ചതാണ്. ഇനി അത് ഞാൻ മുറിച്ചെടുക്കട്ടെ. സാധാ മല്ലിയിലല്ല. അപ്പോൾ നമ്മളെ വീടിൻ്റെ പരിസരത്തുണ്ടാകുന്ന മല്ലിയില ഉണ്ടല്ലോ, എന്താ മൈസൂർ മല്ലി, അങ്ങനെ ഞാൻ പേര് പറയുന്നത്. ഇത് യൂറിക് ആസിഡിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് തിളപ്പിച്ച് കുടിക്കുന്നവരുണ്ട്. ആ മല്ലിയില അത്. ഇതും പുതിനയുണ്ട്. അത് ഞാനിനി മുറിച്ച് ചേർക്കട്ടെ. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറ് വെക്കാൻ നോക്കട്ടെ. അങ്ങനെ ഞാൻ ചോറ് വെക്കാൻ പോവുക. പാത്രം ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്കുള്ള സവാള ഇട്ട് കൊടുക്കാം. വഴന്ന് വരട്ടെ. ഇനി അതിലേക്ക് വേണ്ട പട്ട, ഗ്രാമ്പൂ, ഏലം 3 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നു. നമുക്കിതിലേക്ക് അളവിന് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ എടുക്കുന്ന അളവ് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ആ അളവിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ആണ് അരി നമ്മളിട്ട് കൊടുക്കുന്നത്. വെള്ളം തിളക്കട്ടെ. അതിലേക്ക് പാകമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എല്ലാം കഴുകി വാർത്ത് വെച്ച അരിയാണ്. ഇനി അരി ചേർത്തതിന് ശേഷം നന്നായി മിക്സാക്കിയിട്ട് നമുക്കത് അടച്ചൊരു വിസിലടുപ്പിക്കാം. ഇനി ബിരിയാണിയിലേക്ക് വേണ്ട ചമ്മന്തി നമുക്ക് റെഡിയാക്കാം. അതിന് ശേഷം തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, ഒരു കുഞ്ഞി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് അരച്ചെടുക്കട്ടെ. ഉപ്പും ചേർത്ത് സുർക്കയും. അങ്ങനെ ചമ്മന്തി റെഡിയായി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇതാ മസാല പാകമായത്.
ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി മസാലേൻ്റെ മേലെ ഇട്ടിട്ട് ദം ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ മസാലേൻ്റെ മേലെ ചോറ് ഇട്ടു. ഇനി അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് കട്ടയായതുകൊണ്ട് ഒന്ന് ഒഴിക്കുക. ഇനി അതിൻ്റെ മേലെ ഒരു ലേശം ഗരം മസാല തൂകുന്നുണ്ട്. അതിൻ്റെ മേലെ മല്ലിച്ചപ്പ് പുതിന അതിടും. പക്ഷേ പുതിന അല്ല, തട്ടക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ മൂപ്പിച്ചതാണ്. അപ്പം അതിട്ടു. ഒരു നുള്ള പഞ്ചസാര മേലെ തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ കാഷ്യൂ മുന്തിരിയും വറുത്തത് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. എൻ്റെ ഒരു തട്ടുകൂട്ട് ബിരിയാണി. അങ്ങനെ ബിരിയാണി ദമ്മിൽ കിടക്കുകയാണ്. ഒരു അരമണിക്കൂർ ഒക്കെ ദമ്മിൽ കിടന്നാൽ നല്ലതാണ്. അപ്പോൾ അത് സിമ്മിലിട്ടിട്ട് തീ അതങ്ങനെ ആണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതെല്ലാവരും കാണുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.